നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തലുകൾ വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇടതുമുന്നണി. ഘടകകക്ഷികൾ തമ്മിൽ ദ്വന്ദ്വയുദ്ധം എന്ന രീതിയിലാണ് നേതാക്കൾ പരസ്പരം വാഗ്ശരങ്ങൾ പ്രയോഗിക്കുന്നത്. ലൈംഗികാരോപണം ഉയർന്ന സാഹചര്യത്തിൽ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്ന് നീക്കിയ ശേഷം അന്വേഷണം നടത്തണമെന്ന് CPI നേതാവ് ആനി രാജ പറഞ്ഞു. ബംഗാളി നടിയുടെ ആരോപണം കേരളത്തിന് തന്നെ അവമതിപ്പുണ്ടാക്കുന്നതാണെന്നും അവർ പറഞ്ഞു. നടപടിയെടുക്കാൻ കടുംപിടുത്തത്തിന്റെ ആവശ്യമില്ലെന്ന് അഭിപ്രായപ്പെട്ട ആനി രാജ കേരളത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം എന്നും ആവശ്യപ്പെട്ടു. അന്വേഷണം പൂർത്തിയാക്കി തെറ്റു ചെയ്തിട്ടില്ലെന്ന് ബോധ്യമായാൽ രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം തിരികെ നൽകാമെന്നും ആനി രാജ പറഞ്ഞു. പരാതിയെ പരസ്യമായി ആരോപണ വിധേയൻ തള്ളിയെന്ന് പറഞ്ഞ് ഒഴിയാനാണെങ്കിൽ രാജ്യത്ത് നിയമത്തിന്റെ ആവശ്യമില്ലല്ലോ എന്നും ആനി രാജ ചോദിച്ചു. രഞ്ജിത്ത് കുറ്റം നിഷേധിച്ചല്ലോ എന്ന് ചോദിച്ച് വിഷയത്തെ ലാഘവമായി കണ്ട മന്ത്രി സജി ചെറിയാനെയാണ് ഈ പ്രസ്താവനയിലൂടെ ആനി രാജ തുറന്നെതിർത്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിന്റെ പേര് വെളിപ്പെടുത്തണമെന്നും നടപടിയെടുക്കണമെന്നും ആനി രാജ കൂട്ടിച്ചേർത്തു. രഞ്ജിത്തിനെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് AIYF രംഗത്തെത്തിയതോടെ ഇടതുമുന്നണിയിൽ കാര്യങ്ങൾ ഗൗരവമായി കൊണ്ടിരിക്കുകയാണ്. ബംഗാളി നടിയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസ്താവന വിവാദമായതിന് പിന്നാലെ ഫേസ്ബുക്കിൽ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ വീണ്ടും രംഗത്തെത്തി. തെറ്റ് ആര് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ലെന്നും രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പാണെന്നും മന്ത്രി FB പോസ്റ്റിലും ആവർത്തിച്ചു. ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിട്ടും രഞ്ജിത്തിനെതിരെ കേസെടുക്കാനോ നടപടിയെടുക്കാനോ സർക്കാർ തയ്യാറാവുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. രാവിലെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാക്കൾ മാത്രമല്ല ഇടതുപക്ഷത്തു നിന്നുള്ള ആനി രാജ ഉൾപ്പെടെയുള്ളവർ വിമർശനം ഉന്നയിച്ചിട്ടും കേസെടുക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. സിനിമാ രംഗത്ത് നിന്നടക്കമുള്ള എതിർപ്പുകൾ മറികടന്ന് പരാതി കിട്ടിയാൽ മാത്രമേ നടപടിയെടുക്കൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. രാജ്യം കണ്ട പ്രഗത്ഭനായ കലാകാരനാണ് അദ്ദേഹമെന്നും ആകാശത്തു നിന്ന് പരാതി വന്നാൽ നടപടിയെടുക്കാനാകില്ലെന്നും രേഖാമൂലം നടി പരാതി നൽകിയാലേ നടപടിയെടുക്കൂ എന്നുമാണ് വാർത്താ സമ്മേളനത്തിൽ സാംസ്കാരിക മന്ത്രി വ്യക്തമാക്കിയത്. വിഷയത്തിൽ ഇനി പ്രതികരിക്കാനില്ലെന്ന് രഞ്ജിത്തും പറഞ്ഞിട്ടുണ്ട്. അതേസമയം ബംഗാളിൽ നിന്ന് കേസുമായി മുന്നോട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും കേരളത്തിൽ നിന്ന് ആരെങ്കിലും സഹായിച്ചാൽ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നായിരുന്നു ശ്രീലേഖ മിത്രയുടെ നിലപാട്. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നതിന് പിറകെയാണ് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയത്. പരാതി കിട്ടിയാൽ മാത്രമേ കേസെടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ മന്ത്രി നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനത്തിലെത്താനാകുമെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു. മീഡിയ വഴി ഉന്നയിച്ച മൊഴിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്നും രഞ്ജിത്ത് അപ്പോൾ തന്നെ നിഷേധിച്ചില്ലേ എന്നുമാണ് സജി ചെറിയാൻ നേരത്തെ ചോദിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ മുതിർന്ന CPI നേതാവ് ആനി രാജ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതോടെ രഞ്ജിത്തിന്റെ കസേര തെറിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം.